കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 7-ാം സർഗം, ഉത്തരകാണ്ഡ 7-ാം സർഗത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് നമ്മുടെ കഴിഞ്ഞത് അല്ലേ. അപ്പോൾ പിന്നെ ഇവരെ കൊണ്ട് ഈ ഗായകന്മാരായിട്ടുള്ള കുശലവന്മാരെ യാഗശാലയിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നിട്ട് എല്ലാവരോടും ഇവർ നല്ലോണം പാടണമെന്ന് കേട്ടിരുന്നല്ലോ. അതും ഭഗവാന്റെ തന്നെ പൂർവ്വചരിത്രം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭഗവാൻ അവിടെ ഉള്ള സദസ്സരിയെ മുഴുവൻ അവിടെ നിന്ന് അഥവാ എഴുന്നേറ്റ് പോയവരാണ് ബ്രേക്കല്ലേ, അവരൊക്കെ വിളിച്ചു വരുത്തി. അതായത് ഈ വ്യാകരണ വിദഗ്ധർ, പൗരാണികന്മാർ, പിന്നെ നഗരവാസികൾ, അവിടെ വന്നവർ, പല പല രാജാക്കന്മാരും വളരെ വിദ്വാൻമാരും, പിന്നെ വൃദ്ധന്മാരായിട്ടുള്ള ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും എല്ലാം വിളിച്ചിരുത്തി ഇവരുടെ പാട്ട് കേൾക്കാനായിട്ടെന്ന് നമ്മൾ പറഞ്ഞു. 8 തേ സർവേ ഹൃഷ്ടമനസോ രാജാനോ ബ്രാഹ്മണാദയാ രാമം തൗ ദാരകൗ ദൃഷ്ട്വാ വിസ്മിതാ ഹ്യനിമേഷണാഃ അവോചൻ സർവ ഏവൈതേ പരസ്പരമഥാഗതാഃ. അതിനുശേഷം അവിടെ വന്നു ചേർന്നവരും ഹൃഷ്ടമനസ സന്തോഷിച്ചവരുമായ സർവേ രാജാന എല്ലാ രാജാക്കന്മാരും ബ്രാഹ്മണാദയ ബ്രാഹ്മണന്മാരും രാമനെയും തൗ ദാരകൗ ആ കുട്ടികളെയും ദർശിച്ചിട്ട് ആ ബാലന്മാരെയും കണ്ടിട്ട് വിസ്മിത രാമൻ്റെ ഛായയാണ് അത്ഭുതപ്പെട്ടവരും അനിമേഷണ അതായത് ഈ പിന്നെ കൺപോള അടയ്ക്കാതെ ഏതേ സർവേ ഇവർ സർവരും പരസ്പരം അവോചൻ പറഞ്ഞു. അവിടെ വന്ന് ചേർന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ബ്രാഹ്മണന്മാരും സർവ്വജനങ്ങളും രാമനെയും ഈ കുട്ടികളെയും ബാലകന്മാരെയും കണ്ടിട്ട് അത്ഭുതപ്പെട്ടവരും കൺപോള അടയ്ക്കാതെ നോക്കുന്നവരുമായിട്ട് അന്യോന്യം ഇപ്രകാരം പറഞ്ഞു. എല്ലാവർക്കും അത്ഭുതമായി. രാമനെയും ഈ കുട്ടികളെ മാറി മാറി നോക്കുക എല്ലാവരും കൺപോള അടയ്ക്കാതെ. അത്രയ്ക്ക് അത്ഭുതമായിട്ട് അവരിങ്ങനെ ഇപ്രകാരം പറഞ്ഞു. തേ സർവേ ഹൃഷ്ടമനസോ രാജാനോ ബ്രാഹ്മണാദയ രാമം തൗ ദാരകൗ ദൃഷ്ട്വാ വിസ്മിതാ ഹ്യനിമേഷണാഃ അവോചൻ സർവ ഏവൈതേ പരസ്പരമഥാഗതാഃ. 9 ഇമൗ രാമസ്യ സദൃശൗ ബിംബമിവോദിതൗ ജഡിലൗ യദി ന സ്യാതാം ന ച വൽക്കലധാരിണൗ വിശേഷം നാധിഗച്ഛാമോ രാഘവസ്യാനയോസ്തദാ. രാമസ്യ സദൃശൗ ഇമൗ രാമനെ പോലെ തന്നെയുള്ള ഇവര് ബിംബാൽ ഒരു ബിംബത്തിൽ നിന്ന് ബിംബം മറ്റൊരു ബിംബം എന്ന പോലെ ഉദിതൗ അതായത് ഒരു വിളക്കുന്ന് വേറൊരു വിളക്ക് കൊളുത്തുന്ന പോലെ ജഡിലൗ ജടയുള്ളവരും വൽക്കലധാരിണൗ വൽക്കലം ധരിച്ചവരും ന സ്യാതാം യതി അല്ലെങ്കിൽ വിശേഷം ന അധികച്ഛാമ ഇവർക്കും രാമനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എക്സെപ്റ്റ് ആ ഡ്രസ്സ്. അതായത് രാമൻ പിന്നെ വസ്ത്രങ്ങളാണല്ലോ ധരിച്ചിരിക്കുന്നത്. ഇവർ അതായത് ഒരു ബിംബവും പ്രതിബിംബവും അതായത് ഒരു കണ്ണാടിയിൽ നോക്കി നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ ബിംബവും ആ പ്രതിബിംബവും ഒരുപോലെ പോലും അത്ര ഛായ. ബിംബവും പ്രതിബിംബവും എന്ന പോലെ ഈ 2 കുട്ടികൾ രാമന് സദൃശന്മാരാണ്. അതായത് ജഡയും വൽക്കലവും ഇവർ ധരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരും രാമനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ആ വസ്ത്രത്തിലേ വ്യത്യാസമുള്ളൂ. ഒരു കണ്ണാടിന് മുമ്പിൽ നിന്ന ഒരാളെ എങ്ങനെ നോക്കിയ അതുപോലെ ബിംബം പ്രതിബിംബം പോലെ അത്ര സാദൃശ്യമാണെന്ന് പറഞ്ഞു. വസ്ത്രം കൊണ്ടേ അല്ലെങ്കിൽ അറിയുന്നില്ല അത്രേ. കണ്ടാൽ അറിയില്ല, രാമനെന്നെ വിചാരിക്കും രാമൻ്റെ പോലത്തെ വസ്ത്രമാണ് ധരിച്ചിരുന്നത് എങ്കിൽ. ഇമൗ രാമസ്യ സദൃശൗ ബിംബമിവോദിതൗ ജഡിലൗ യദി ന സ്യാതാം ന ച വൽക്കലധാരിണൗ വിശേഷം നാധിഗച്ഛാമോ രാഘവസ്യാനയോസ്തദാ.
10. ഏവം സംവദതാം തേഷാം വിസ്മിതാനാം പരസ്പരം ഉപചക്രമദുർഗാതും താവുഭൗ മുനിദാരകൗ വിസ്മിതാനാം തേഷാം. അത്ഭുതപ്പെട്ടിരിക്കുന്ന അവരെ പരസ്പരം ഏവം സംവദതാം, അങ്ങടും ഇങ്ങടും ഓരോന്ന് പറയാണ്. എന്താ അല്ലേ ഛായ, നമ്മളങ്ങനെയൊക്കെ പറയുമല്ലോ. എന്തൊരു ഛായയാണ് രാമനും പിരിക്കും തമ്മിൽ, അങ്ങനെയൊക്കെ പറയണ സമയത്ത് തൗ ഉഭൗ മുനിദാരകവും, ആ 2 മുനികുമാരന്മാർ ഗതും ഉപചക്രമതു, അവർ ഗാനം ചെയ്യാൻ ആരംഭിച്ചു. അവരോട് ഗാനം ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ സദസ്സിലുള്ള എല്ലാവരും, അത്ഭുതപ്പെട്ടിരിക്കുന്ന സദസ്യരൊക്കെ അന്യോന്യം ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുന്ന സമയത്ത് ആ 2 മുനികുമാരന്മാരെ ഗാനം ചെയ്യുവാൻ ആരംഭിച്ചു. ശരിക്കും രാജകുമാരന്മാരാ തോന്നും. വൽക്കലൊക്കെ ധരിച്ചിട്ടുന്നേ ഉള്ളൂ കാട്ടിൽ, അല്ലേ? വൽക്കലവും ജടയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത്ര ഒരു ശോഭയാണ് അവർക്ക്. ഏവം സംവദതാം തേഷാം വിസ്മിതാനാം പരസ്പരം ഉപചക്രമദുർഗാതും താവുഭൗ മുനിദാരകൗ. 11. തതപ്രവൃത്തം മധുരം ഗാന്ധർവമതിമാനുഷം ശ്രുത്വാ തന്മധുരം ഗീതം അപരാഹ്നേ രഘൂത്തമഃ ഉവാച ഭരതം ചാഭ്യാം ദീയതാമയുധം വസുഃ. തഥാ അതിനുശേഷം അതിമാനുഷം, അതായത് അമാനുഷമായിട്ടുള്ളത്, മനുഷ്യർക്ക് പറ്റാത്ത തരത്തിലുള്ളതാണ്. മധുരം, അത്ര മധുരമാണ് അവരുടെ ഗാനം. ഗാന്ധർവം, ആ സംഗീതം അമാനുഷമായിട്ടുള്ള ഒരു കഴിവോടുകൂടി ചെയ്യണം അവർ. അത്ര സാധാരണ മനുഷ്യനും ഇത്ര മധുരമായിട്ടുള്ള ഒരു സംഗീതം പ്രവൃത്തം ആരംഭിച്ചു. മധുരം തദ്ഗീതം ശ്രുത്വ, മധുരമായിട്ടുള്ള ആ പാട്ട് കേട്ടിട്ട് അപരാഹ്നെ വൈകുന്നേരത്തിൽ ആഭ്യാം ഇവർക്കായിക്കൊണ്ട് ആയുധം വസു 10,000 സ്വർണ്ണ നാണയം ദീയതാം ദാനം ചെയ്യപ്പെടണം, കൊടുക്കണം ഇവർക്കെന്ന് രഘുത്തമ ഭരതം ഉവാച. രാഘവൻ ഭരതനോട് പറഞ്ഞു. അതായത് അത്ര മനോഹരമായിട്ടാണ് ഇവർ പാടണത്. അത് കേട്ടിട്ട് ശരിക്കും അത്ര സന്തോഷവും അത്ഭുതവും ആയിട്ട് എന്ത് ചെയ്തു? ശ്രീരാമൻ ഭരതനോട് പറഞ്ഞു. വൈകുന്നേരം വരെ കേട്ടു. ആ രാമായണം തന്നെയാണ് പാടണേ. അപ്പോൾ ആ മധുരമായിട്ടുള്ള ഗാനാലാപനം വൈകുന്നേരം വരെ കേട്ടിട്ട് അതിസന്തുഷ്ടനായിട്ടുള്ള ശ്രീരാമൻ ആ 2 കുട്ടികൾക്കും 10,000 സ്വർണ്ണ നാണ്യം കൊടുക്കണം എന്ന് ഭരതനോട് പറഞ്ഞു, കൽപ്പിച്ചു. തഥപ്രവൃത്തം മധുരം ഗാന്ധർവമതിമാനുഷം, അമാനുഷമായിട്ടുള്ളൊരു കഴിവാണ്. ശ്രുത്വാ തന്മധുരം ഗീതം അപരാഹ്നേ രഘൂത്തമഃ ഉവാച ഭരതം ചാഭ്യാം ദീയതാം അയുധം വസു. അയുധം 10,000 10,000 സ്വർണ്ണ നാണ്യം കൊടുക്കാൻ പറഞ്ഞു. അത്ര സന്തോഷമായി. ദീയമാനം സുവർണം തു ന തജ് ഗൃഹതുസ്തത. അപ്പോൾ ഒന്നും മേടിക്കരുത് പറഞ്ഞിട്ടുണ്ടല്ലോ വാൽമീകി. എന്ത് തന്നാലും പ്രതിഫലമൊന്നും മേടിക്കരുത് പറഞ്ഞിട്ടുണ്ടല്ലോ. കിമനേന സുവർണേന രാജന്നൗ വന്യഭോജിനൗ ഇതി സന്ധിഞ്ച സന്തത്തം ജഗ്മദുർമുനിസന്നിധിം. ദീയമാനം, അങ്ങനെ കൊടുത്ത തൽ സുവർണം, ആ സ്വർണത്തെ തഥാ ന ജഗൃഹതു, അവർ സ്വീകരിച്ചില്ല. രാജൻ ഹേ രാജാവേ, നൗ വന്യഭോജിനൗ, ഞങ്ങൾ 2 പേരും വനത്തിൽ കിട്ടുന്ന ഫലമൂലാദികൾ ഭുജിക്കുന്നവരാണ്. അനേന സുവർണേനാക്കും, ഞങ്ങൾക്ക് ഈ സ്വർണം കൊണ്ട് എന്താ കാര്യം? ഞങ്ങൾ കാട്ടിൽ ജീവിക്കണവരാണ്. ഈ വീണ് കിട്ടുന്ന പഴവും പിന്നെ കിഴങ്ങുകളും ഒക്കെ കഴിച്ച് ജീവിക്കണവരാണ്. ഞങ്ങൾ ഈ സ്വർണം കൊണ്ട് ഇപ്പം എന്താ കാട്ടുക? ഇത് സന്തത്തം സന്ധിഞ്ച എന്ന് പറഞ്ഞിട്ട് സാദരം ആ ദാനം ചെയ്യപ്പെട്ടില്ലേ ആ 10,000 സ്വർണ്ണ നാണയങ്ങളെ ത്യജിച്ചിട്ട്, വേണ്ടാന്ന് പറഞ്ഞിട്ട് മുനിസന്നിധിം ജഗ്മതു, വേഗം വാൽമീകിയുടെ അടുത്തേക്ക് പോയി. അവർ വാൽമീകി അച്ഛനെ പോലെയല്ലേ. അപ്പോൾ ഭരതൻ ശ്രീരാമഭഗവാന് സന്തോഷമായിട്ട് നൽകിയിട്ടുള്ള ആ 10,000 സ്വർണ്ണ നാണയങ്ങളെ അവർ 2 പേരും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, എന്ത് പറഞ്ഞു? ഹേ രാജാവേ, രാമനോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും കാട്ടിൽ കിട്ടുന്ന ഫലമൂലാദികൾ ഭക്ഷിച്ച് ജീവിക്കണവരാണ്. ഞങ്ങൾക്ക് ഈ സ്വർണ്ണ നാണയം കൊണ്ടൊക്കെ എന്താ ആവശ്യം എന്ന് പറഞ്ഞ് അത് ഭരതന് തിരിച്ചു കൊടുത്തതിന് ശേഷം വാൽമീകി മുൻ്റെ അടുത്തേക്ക് അവർ പോയി. ദീയമാനം സുവർണം തൂ ന തജ് ജഗൃഹതുസ്തദാ കിമനേന സുവർണേന രാജന്നൗ വന്യഭോജിനൗ ഇതി സന്ധിഞ്ച സംദത്തം ജഗ്മദുർമുനിസന്നിധിം. 13. ഏവം ശ്രുത്വൈവ ചരിതം രാമ സ്വസ്യൈവ വിസ്മിതഃ ജ്ഞാത്വാ സീതാ
കുമാരൗ തൗ ശത്രുഘ്നം ചേതമബ്രവീദ് ഹനുമന്തം സുഷേണം ച വിഭീഷണമഥാംഗതം. രാമൻ സ്വസ്യവ ചരിതം തൻ്റെ തന്നെ ഈ പൂർവ്വചരിതത്തെ ഏവം ശ്രുത്വ ഇപ്രകാരം ഈ ഇവർ ചെല്ലണത് കേട്ടിട്ട് തൗ സീതാകുമാരോ ജ്ഞാത്വ അവർ സീതയുടെ മക്കളാണെന്ന് മനസ്സിലാക്കിയിട്ട് ശത്രുഘ്നോടും ഹനുമാനോടും സുഷേണം സുഷേണനോടും വിഭീഷണനോടും അംഗദനോടും ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. അതായത് രാമൻ തൻ്റെ ഈ പൂർവ്വചരിത്രം ഇവർ പാടിക്കേട്ടത് കൊണ്ട് ആ കുട്ടികൾ സീതയുടെ പുത്രന്മാരാണെന്ന് മനസ്സിലായിട്ട് ശത്രുഘ്നൻ, ഹനുമാൻ, സുഷേണൻ, വിഭീഷണൻ, അംഗദൻ എന്നിവരോട് ഇപ്രകാരം പറഞ്ഞു. ഭഗവാൻ പറയണം അവരോടട്ടോ. ഏവം ശ്രുത്വൈവ ചരിതം രാമസ്വസ്യൈവ വിസ്മിതഃ ജ്ഞാത്വാ സീതാകുമാരൗ തൗ ശത്രുഘ്നം ചേതമബ്രവീത് ഹനുമന്തം സുഷേണം ച വിഭീഷണമഥാംഗദം. 14 ഭഗവന്തം മഹാത്മാനം വാൽമീകിം മുനിസത്തമം ആനയധ്വം മുനിവരം സസീതം ദേവസംമിതം. മുനിസത്തമം മുനിമാരിൽ അങ്ങേ ഉത്കൃഷ്ടനാണ്, ഏറ്റവും വലിയ അല്ലേ, ആദികവിയല്ലേ. മുനിമാരിൽ അതിശ്രേഷ്ഠനും മഹാത്മാനം മഹാമനസ്കനും ദേവസംമിതം ദേവന്മാർക്ക് തുല്യനും മുനിവരം മുനിശ്രേഷ്ഠനും ഭഗവാൻ തന്നെയുമായ വാൽമീകിയെ സസീതം ആനയത്വം സീതയോട് കൂടിയവനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ പറഞ്ഞ ശ്രീരാമൻ ഇവരോട് ഈ ഹനുമാനോടും പിന്നെ സുഷേണനോടും വിഭീഷണനോടും അംഗദനോടൊക്കെ എന്താ പറഞ്ഞറിയോ? ഈ പിന്നെ മുനിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ജ്ഞാനസമ്പന്നനും മഹാത്മാവും ദേവസദൃശനുമായിട്ടുള്ള ഈ വാൽമീകി മുനി സീതയോട് കൂടി നിങ്ങൾ ചേർന്ന് പോയി കൂട്ടിക്കൊണ്ടുവരിൻ ആവശ്യപ്പെട്ടു. സീതയും കൂടി കൊണ്ടുവരാനേ. ഭഗവന്തം മഹാത്മാനം വാൽമീകിം മുനിസത്തമം ആനയത്വം മുനിവരം സസീതം ദേവസംമിതം. ഈ 15ഉം 16ഉം. അസ്യാസ്തു പർഷദോ മധ്യേ പ്രത്യയം ജനകാത്മജ കരോതു ശപഥം സർവേ ജാനന്തു ഗതകൽമഷാം സീതാം ത്വദ്വചനം ശ്രുത്വാ ഗതാഃ സർവേതി വിസ്മിതാഃ ഊചുര്യഥോക്തം രാമേണ വാൽമീകിം രാമപാർഷദാഃ. അസ്യാഹ പാർഷദഃ മധ്യേ ഈ സഭയുടെ മധ്യത്തിൽ ജനകാത്മജ ജാനകി പ്രത്യയം ശപഥം കരോതു അതായത് ശപഥം ചെയ്യട്ടെ. അതാണ് പറഞ്ഞത്. ഈ സഭയുടെ മുമ്പിൽ വെച്ചിട്ട് സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം ജാനകി. എന്നിട്ട് സഭയുടെ മുമ്പിൽ വെച്ചിട്ട് ശപഥം ചെയ്യട്ടെ. സർവേ എല്ലാവരും സീതാം ഗതകൽമേഷാം ജാനന്തു സീത പാപരഹിതയാണെന്ന് അറിയട്ടെ സീതയുടെ ശപഥം കൊണ്ട്. സർവേ തദ്വചനം ശ്രുത്വ എല്ലാവരും ആ വചനത്തെ കേട്ടിട്ട് അതിവിസ്മിത അത്ഭുതപ്പെട്ടിട്ട് രാമപാർഷദാഹ രാമഭക്തന്മാർ രാമേണോ യഥോക്തം രാമൻ പറഞ്ഞ പോലെ ആ വാൽമീകിയും ഊജു വാൽമിയോട് പോയി പറഞ്ഞു. രണ്ടാമതൊരു അഗ്നിപരീക്ഷണം കഴിഞ്ഞിട്ടാണല്ലോ സീതയെ സ്വീകരിച്ചത്. ഇപ്പം രണ്ടാമതൊന്ന് ഈ സഭയുടെ മധ്യത്തിൽ വെച്ച് പറയുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധയാണെന്നേ. എന്നാൽ പിന്നെ എല്ലാവരും അറിയട്ടെ എന്നാണ് ഇപ്പം രാമൻ പറഞ്ഞത്. എന്താ വെച്ചാൽ സീത പാപമില്ലാത്തവളാണെന്ന് സർവ്വജനങ്ങളും അറിയത്തക്ക വിധം അവർക്ക് വിശ്വാസം വളർത്താനായിട്ട് സീത പാപരഹിതയാണെന്ന് അവർക്ക് വിശ്വാസം വരാനായിട്ട് സീത ഒരു ശപഥം ഈ സഭാമധ്യത്തിൽ വെച്ച് ചെയ്യട്ടെ. അതിനാണ് സീതയോട് വരാൻ പറയണത്. ഈ സഭാമധ്യത്തിൽ വായിച്ചിട്ട് ഞാൻ പാപരഹിതയാണെന്ന് പറയട്ടെ, അപ്പം എല്ലാവർക്കും ബോധ്യമാവുമല്ലോ എന്ന് രാമൻ പറഞ്ഞു. അത് കേട്ടിട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കാരണം ഒരു പ്രാവശ്യം ഇതൊക്കെ നടത്തിയതല്ലേ അഗ്നിപരീക്ഷയൊക്കെ. അപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ശ്രീരാമഭക്തന്മാരായിട്ടുള്ള ഇവർക്ക് പറഞ്ഞാൽ കേൾക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ശത്രുഘ്നൻ മുതലായവർ രാമൻ പറഞ്ഞ പ്രകാരം വാൽമീകിയോട് പോയി പറഞ്ഞു, എന്താ സീതയെ കൂട്ടിക്കൊണ്ടുവരണം, സീത സഭാമധ്യത്തിൽ എല്ലാവർക്കും വിശ്വസിക്കാൻ തക്കവണ്ണം ശപഥം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയിട്ട്. അപ്പോൾ 15ഉം 16ഉം വായിച്ചിട്ട് 17ലേക്ക് പോവാം. അസ്യാസ്തു പർഷദോ മധ്യേ പ്രത്യയം ജനകാത്മജ കരോതു ശപഥം സർവേ ഗതകൽമഷാം സീതാം തദ്വചനം ശ്രുത്വാ ഗതാഃ സർവേതി വിസ്മിതാഃ ഊചുര്യഥോക്തം രാമേണ വാൽമീകിം രാമപാർഷദാഃ. ഇവരിപ്പോൾ പറഞ്ഞ എന്താ രാമൻ പറഞ്ഞ വെച്ചാൽ കേൾക്കാനല്ലേ പറ്റുള്ളൂ. അവിടെ പോയി പറഞ്ഞു. 17
രാമസ്യ ഹൃദ്ഗതം സർവം ജ്ഞാത്വാ വാൽമീകിരബ്രവീദ് ശ്വ കരിഷ്യതി വൈ സീത ശപഥം ജനസംസദി യോഷിതാം പരമം ദൈവം പതിരേവ ന സംശയഃ. രാമൻ്റെ ഹൃദ്ഗതം സർവം ജ്ഞാത്വ, അതായത് രാമൻ്റെ മനസ്സിലുള്ള വിചാരം അറിഞ്ഞിട്ട് വാൽമീകി അബ്രവീത്, വാൽമീകി പറഞ്ഞു ശ്വഹ നാളെ, ശ്വഹ പറഞ്ഞ നാളെ, ജനസംസദി മധ്യത്തിൽ സീതാശപഥം കരിഷ്യതി, സീത ശപഥം ചെയ്യും. അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം നാളെ ജനമധ്യത്തിൽ വെച്ച് സീത ശപഥം ചെയ്യും. യോഷിതാം, അതായത് സ്ത്രീകൾക്ക് പരമം ദൈവം, ഏറ്റവും പരമമായിട്ടുള്ള ദൈവം ആരാണ്? പതിഹി ഏവ, ഭർത്താവ് തന്നെ. എന്ന സംശയമില്ല. അതായത് രാമൻ്റെ ആജ്ഞ അതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. കാരണം സ്ത്രീക്ക് പതിയാണല്ലോ ഏറ്റവും വലിയ ദൈവം. അതായത് ശ്രീരാമൻ്റെ ഹൃദയത്തിലത്തെ മനസ്സിലത്തെ വിചാരം അറിഞ്ഞിട്ടുള്ള വാൽമീകി ശത്രുഘ്നൻ ഇങ്ങനെ വന്നവരോട്, ഈ ശ്രീരാമ പാർഷദന്മാരോട് പറഞ്ഞു, സീത നാളെ ജനമധ്യത്തിൽ വെച്ച് നാളെ സത്യവാചകം പറയും. സ്ത്രീകൾക്ക് ഉത്കൃഷ്ടമായ ദൈവം ഭർത്താവ് തന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ രാമൻ്റെ കൽപ്പനയെ സീത അനുസരിക്കാതിരിക്കില്ല എന്നർത്ഥം. രാമസ്യ ഹൃദ്ഗതം സർവം ജ്ഞാത്വാ വാൽമീകിരബ്രവീശ്വ കരിഷ്യതി വൈ സീത ശപഥം ജനസംസദി യോഷിതാം പരമം ദൈവം പതിരേവ ന സംശയഃ. 18. തച്ഛ്രുത്വാ സഹസാ ഗത്വാ സർവേ പ്രോജുർമുനേർവചഃ രാഘവസ്യാപി രാമോപി ശ്രുത്വാ മുനിവചസ്തഥാ രാജാനോ മുനയഃ സർവേ ശൃണുധ്വമിതി ചാബ്രവീത്. തശ്രുത്വ, അത് കേട്ടിട്ട്, സഹസാ ഗത്വ, വേഗം പോയിട്ട്, മുനേഹേ വച, മുനിയുടെ വാക്കിനെ, രാഘവസ്യ അഗ്രേ, രാഘവൻ്റെ മുമ്പിൽ, അതായത് ഇവർ വേഗം ശ്രീരാമഭഗവാനോട് എന്താണ് വാൽമീകി പറഞ്ഞത് വെച്ചാൽ അത് പറയുകയാണേ. സർവേ പ്രോജു, എല്ലാം പറഞ്ഞു. തഥാ മുനിവച ശ്രുത്വ, മുനിയുടെ വാക്കിനെ കേട്ടിട്ട്, രാജാനാഹേ, രാജാക്കന്മാരെ, മുനയാഹേ, മുനിമാരെ, സർവേ ശൃണുധ്വം ഇതി, നിങ്ങളെല്ലാവരും ക്ഷമിക്കുൻ എന്ന് രാമനും അബ്രവീത്. അതായത് ശത്രുഘ്നനും ബാക്കി, അതായത് ഹനുമാനും ഒക്കെ തിരിച്ചു വന്ന് എന്താണ് വാൽമീകി മഹർഷി പറഞ്ഞതെന്നൊക്കെ രാമനോട് പറഞ്ഞു. അപ്പോൾ വാൽമീകി മുനിയുടെ മറുപടി കേട്ടിട്ട് രാമനും പിന്നെ ബാക്കി അവിടെ കൂടിയിട്ടുള്ള രാജാക്കന്മാരോടും ബ്രാഹ്മണരോടും എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഹേ രാജാക്കന്മാരെ, മുനിമാരെ, ബ്രാഹ്മണരെ, നിങ്ങളെല്ലാവരും കേൾക്കുവിൻ എന്ന് പറഞ്ഞ് വാൽമീകി മഹർഷി പറഞ്ഞ കാര്യം പറഞ്ഞു. തശ്രുത്വാ സഹസാ ഗത്വാ സർവേ പ്രോജുർമുനേർവചഃ രാഘവസ്യാപി രാമോപി ശ്രുത്വാ മുനിവചസ്തഥാ രാജാനോ മുനയഃ സർവേ ശൃണുധ്വമിതി ചാബ്രവീത്. 19. സീതായാഃ ശപഥം ലോകാ വിജാനന്തു ശുഭാശുഭം ഇത്യുക്താ രാഘവേണാഥ ലോകാഃ സർവേ ദിദൃക്ഷവഃ. സീതായാഃ ശപഥം, സീതയുടെ ശപഥത്തെ കേൾക്കുവിൻ. ലോകാഹ, ലോകത്തിലുള്ളവർ, ശുഭാശുഭം വിജാനന്തു, ശുഭത്തെയും അശുഭത്തെയും അറിയട്ടെ. അതായത് പിന്നെ സീത തെറ്റും ചെയ്തിട്ടില്ല അറിയട്ടെ. രാഘവേണ, ശ്രീരാമനാൽ ഇതി ഉക്ത്വ, ഇപ്രകാരം പറയപ്പെട്ട ലോകാഹ, ജനങ്ങൾ, സർവരും ദിദൃക്ഷവ, അതൊന്ന് നാളെ കേൾക്കാനുള്ള സീതയെ കാണാനും സീത പറയണത് കേൾക്കാനും ഇച്ഛയോടുകൂടിയിരുന്നു. അതായത് സീത ചെയ്യണ ശപഥം നിങ്ങളൊക്കെ കേൾക്കൂ, ജനങ്ങൾക്ക് സീതയുടെ ശുദ്ധിയും അശുദ്ധിയൊക്കെ മനസ്സിലാവട്ടെ, അതായത് പൂർണ്ണ പാപരഹിതയെന്ന് മനസ്സിലാവട്ടെ എന്ന് രാമൻ പറഞ്ഞത് കേട്ട് ജനങ്ങളെല്ലാവരും സീതയെ കാണുവാൻ ആഗ്രഹിച്ചിട്ടിരുന്നു. എത്ര കാലമായി സീതയെ കണ്ടിട്ടല്ലേ. അപ്പോൾ അയോധ്യവാസികൾക്കൊക്കെ സീതയെ കാണണം തന്നെ ആഗ്രഹമുണ്ടേ. സീതായാഹ ശപഥം ലോകാ വിജാനന്തു ശുഭാശുഭം ഇത്യുക്ത്വാ രാഘവേണാഥ ലോകാഹ സർവേ ദിദൃക്ഷഭ, ദിദൃക്ഷാപന കാണാൻ ആഗ്രഹമുള്ളവരായിട്ടിരുന്നു. നാളെ എന്നാണല്ലോ പറഞ്ഞത്. ബ്രാഹ്മണാഃ ക്ഷത്രിയാ വൈശ്യാഃ ശൂദ്രാശ്ചൈവ മഹർഷയാ വാനരാശ്ച സമാജഗ്മു കൗതൂഹല സമന്വിത. എല്ലാവർക്കും വളരെ ഉത്സുക്യം കാണാനും കേൾക്കാനും. അതാണ് ബ്രാഹ്മണാഹ, ബ്രാഹ്മണരും, ക്ഷത്രിയന്മാരും, വൈശ്യന്മാരും, ശൂദ്രന്മാരും, മഹർഷികളും, വാനരന്മാരും കൗതൂഹല സമന്വിത, വളരെ ഉത്സുക്യത്തോടു കൂടിയതായിട്ട് സമാജഗ്മു, അവിടെ എത്തിച്ചേർന്നു. ബ്രാഹ്മണരും, ക്ഷത്രിയരും, ശൂദ്രന്മാരും, വൈശ്യന്മാരും, മഹർഷിമാരും, വാനരന്മാരും ഇവരെല്ലാവരും സീതയെ കാണുവാനുള്ള കൗതുകത്തോടു കൂടി അവിടെ എത്തിച്ചേർന്നു. കുറേ കാലമായിട്ട് കണ്ടിട്ടില്ലല്ലോ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാശ്ചൈവ മഹർഷയ വാനരാച്ച സമാജഗ്മു കൗതൂഹല സമന്വിത. 21 22 ഒന്നിച്ചാണ് അത് ചെയ്യാം.
തതോ മുനിവരസ്തൂർണം സ സീത സമുപാഗമത് അഗ്രതസ്തമൃഷിം കൃത്വാ യാന്തി കിഞ്ചിദവാങ്മുഖി കൃതാഞ്ജലിർബഷ്പകണ്ഠീ സീതാ യജ്ഞം വിവേശതം ദൃഷ്ട്വാ ലക്ഷ്മീം അവായാന്തീം ബ്രഹ്മാണമനുയായിനീം വാൽമീകേഃ പൃഷ്ഠതഃ സീതാം സാധുവാദോ മഹാനഭൂത്. തഥാ അനന്തരം സീതയോടുകൂടിയ മുനിവര വാൽമീകി മഹർഷി സമുപാഗമത് അവിടെ എത്തിച്ചേർന്നു. തം ഋഷിം ആ ഋഷിയെ അഗ്രത കൃത്വ ഋഷിയെ മുമ്പിൽ നിർത്തിയിട്ട് കിഞ്ചിത് അവാങ്മുഖി യാന്തി മുഖം അല്പം താഴ്ത്തിയിട്ട് നടക്കുന്നവളും, മുമ്പിൽ വാൽമീകി മഹർഷിയാണ്, പിന്നിൽ തല താഴ്ത്തിയിട്ട് സീതാദേവി, കൃതാഞ്ജലിം രണ്ട് കൈയും കൂപ്പിയവളും, ബാഷ്പകണ്ഠി പാവം നിറഞ്ഞ കണ്ണുകളോടും കൂടിയ സീത തം യജ്ഞം ആ യജ്ഞത്തെ അത് യജ്ഞശാലയിലെ വിവേശ പ്രവേശിച്ചു. ബ്രഹ്മാവിനെ അനുയായിനിയും, അതായത് ബ്രഹ്മാവിനെ പിന്തുടരുന്ന ലക്ഷ്മിയും ലക്ഷ്മി എന്ന പോലെ ഇവിടെ വാൽമീകി ബ്രഹ്മാവ് അങ്ങനെയാണ്, ബ്രഹ്മാവിനെ അനുയാനം ചെയ്യുന്ന ലക്ഷ്മി എന്ന പോലെ വാൽമീകേഹേ പൃഷ്ഠത വാൽമീകിയുടെ പിന്നാലെ ആയാന്തിം സീതാം വരുന്ന സീതയെ ദർശിച്ചിട്ട് മഹാൻ സാധുവാദ മഹത്തായ സാധുവാദം അപ്പോഴുണ്ടായി. അതായത് ഈ മുനിശ്രേഷ്ഠനായിട്ടുള്ള വാൽമീകി സീതയോടുകൂടി ആ യാഗശാലയിൽ അല്ലെങ്കിൽ അവിടെ ആ സദസ്സിൽ എത്തി. മുനിയുടെ പിന്നാലെ അല്പം മുഖം താഴ്ത്തിയിട്ട് കൈ രണ്ടും കൂപ്പി ബാഷ്പം കണ്ണീരൊലിച്ച് ഉള്ള, അതായത് കണ്ണ് നിറഞ്ഞൊഴുകുന്ന സീത യാഗശാലയിൽ പ്രവേശിച്ചു. ബ്രഹ്മാവിൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ദേവി എന്ന പോലെ വാൽമീകിയുടെ പിന്നിൽ സഞ്ചരിക്കുന്ന സീതാദേവിയെ കണ്ടപ്പോൾ ആ സദസ്സിൽ എല്ലാവരും മംഗളകരമായിട്ടുള്ള ഒരു അനുഭൂതി എല്ലാവർക്കും ഉണ്ടായി എന്നാണ്. അതായത് സീത പ്രവേശിച്ചു യാഗശാലയിൽ ആരോടുകൂടി? വാൽമീകിയോടുകൂടി. തതോ മുനിവരസ്തൂർണം സസീത സമുപാഗമത് അഗ്രതസ്തം ഋഷിം കൃത്വാ യാന്തി കിഞ്ചിത് അവാങ്മുഖി കൃതാഞ്ജലിർബഷ്പകണ്ഠീ സീതാ യജ്ഞം വിവേശതം ദൃഷ്ട്വാ ലക്ഷ്മീമവായാന്തിം ബ്രഹ്മാണമനുയായിനീം വാൽമീകേഃ പൃഷ്ഠത സീതാം സാധുവാദോ മഹാനഭൂത്. അങ്ങനെ വാൽമീകിയുടെ പിന്നിൽ തല താഴ്ത്തി അഞ്ജലിബദ്ധയായിട്ട് കൈകൂപ്പിക്കൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സീത വന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇനി 23 കൂടി എന്തായാലും ചെയ്യാം. തഥാ മധ്യേ ജനൗഘസ്യ പ്രവിശ്യ മുനിപുങ്കവ സീതാസഹായോ വാൽമീകിരിതി പ്രാഹചരാഘവം. തഥാ ജനൗഘസ്യ മധ്യേ, അപ്പോൾ ഈ സഭയുടെ മധ്യത്തിൽ സീതാസഹായ മുനിപങ്കവ വാൽമീകി പ്രവിശ്യ, സീതാസഹിതനും മുനിശ്രേഷ്ഠനുമായ വാൽമീകി പ്രവേശിച്ചിട്ട്, അതായത് സീതയോട് കൂടി തന്നെ ആ സദസ്സിൽ പ്രവേശിച്ചിട്ട് രാഘവനോട് ഇതി പ്രാഹ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ജനം നിറഞ്ഞിരിക്കുകയാണ്. അത്ര ആൾക്കാർ വന്നു അവിടെ. സാധാരണ യാഗത്തിന് വരുന്നവരല്ലാത്തവർ കൂടി ഇത് കേട്ടിട്ട് വന്നു. അതായത് ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ആ സഭാമധ്യത്തിൽ സീതയോടുകൂടി പ്രവേശിച്ച മുനിശ്രേഷ്ഠനായ വാൽമീകി ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു. അത് നമുക്ക് നാളെ ചെയ്യാം. കാരണം ഇനി വാൽമീകി പറയണതാണ് ശ്രീരാമനോട്. അപ്പോൾ അത് തുടങ്ങിയാലും നമുക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ നിർത്താട്ടോ, 23 കഴിഞ്ഞിട്ട്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.